ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ല മഴയുണ്ടല്ലേ? എന്റെ നാട് വയനാടാണ്. ഇന്നിവിടെ സ്കൂളൊക്കെ ഫുൾ അവധിയാണ്. എന്തായാലും ഈ മഴയത്ത് ഈ തണുത്ത ക്ലൈമറ്റിൽ കേൾക്കാൻ പറ്റിയ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ദുരൂഹമായിട്ടുള്ള കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയല്ലേ. നമ്മുടെ കഥാനായിക മെർലിൻ, അതുപോലെ തന്നെ അവളുടെ സുഹൃത്തായിട്ടുള്ള ജോയൽ, രണ്ടുപേരും കൂടെ ക്രിസ്മസിന്റെ വെക്കേഷനിൽ നാട്ടിൽ പോവാണ്. എന്നാൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി അവളുടെ കൂട്ടുകാരനായിട്ടുള്ള ജോയൽ ഷോർട്ട് കട്ടിലൂടെ പോവാണ്. ഈ ഭാഗത്തൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ഫോറസ്റ്റ്, നിശബ്ദമായ സ്ഥലം, ആരുണ്ടാവില്ല, ഭയങ്കര മനോഹരമായിരിക്കും എന്ന് കരുതിയിട്ട് ജോയിൽ അതിലൂടെ വണ്ടി കൊണ്ടുപോയി. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇന്ന് വരെ അവര് ലൈഫിൽ അനുഭവിക്കാത്ത ചില കാര്യങ്ങൾ അവർ അനുഭവിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു വലിയ ട്രാപ്പിലേക്ക് തന്നെയാണ് അവർ ചെന്ന് പെട്ടത്. എന്നാൽ അതെന്താണെന്ന് പോലും സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കഥാനായിക മെർലിൻ പലപ്പോഴായിട്ട് ഇരുട്ടിലൂടെ നടന്നു പോകുന്ന ഒരുപാട് പ്രീസ്റ്റുകളെ കാണുകയാണ്. ആരാണ് ഇവരൊക്കെ? എന്താണ് ആ ഒരു സ്ഥലത്തിലുള്ള നിഗൂഢതകള്, രഹസ്യങ്ങള്? നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോ പോവുകയാണ് നമ്മൾ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു കോളേജിലെ ക്ലാസ് റൂം കാണിക്കുകയാണ്. അവിടെ ഒരുപാടധികം സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. കാര്യമായിട്ട് തന്നെ ക്ലാസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഒരു പെൺകുട്ടി അവളുടെ ഫോണിൽ അവളുടെ കൂട്ടുകാരിയുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക കേട്ടോ. തൽക്കാലം നമുക്ക് ഇവളെ മെർലിൻ എന്ന് വിളിക്കാം. അപ്പൊ മെർലിനോട് അവളുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, ക്രിസ്മസ് വെക്കേഷനൊക്കെ വന്നില്ലേ, ഇനി എന്താ പരിപാടി, എങ്ങനെയാ നാട്ടിൽ പോകുന്നത്? ഈ സമയത്ത് മെർലിൻ പറയാണ്, എടോ നാട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു, പക്ഷേ ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി. ബസ്സിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട് പറയണ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ ആ ഒരു ട്രാവൽ ബോർഡ് ഉണ്ടല്ലോ, അവിടെ പോയി നോക്ക്, നിന്റെ നാട്ടിലേക്ക് പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ. എന്തായാലും ക്ലാസ് കഴിഞ്ഞ വാർഡ് തന്നെ മെർലിൻ വേഗം ആ ഒരു ബോർഡിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ ഒരുപാടധികം നോട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ നാട്ടിലേക്ക് പോകുന്നവര് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം. സംഭവം എന്താ മനസ്സിലായില്ലേ? ഇപ്പോ എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകണം, എന്റെ കയ്യിൽ ഒരു കാർ ഉണ്ട്, പോകുന്ന സമയത്ത് അത്യാവശ്യം പെട്രോൾ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ അതേ നാട്ടിലേക്ക് തന്നെ വരുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് എല്ലാം ഷെയർ ചെയ്ത് പോകാൻ പറ്റുമല്ലോ. സോ അങ്ങനെ ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ബോർഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ബോർഡിലെ നോട്ടുകളൊക്കെ നോക്കിയ സമയത്ത് മെർലിന്റെ നാട്ടിലേക്ക് പോകുന്ന ഒരുത്തന്റെ നമ്പർ കിട്ടുന്നുണ്ട് കേട്ടോ, ജോയൽ. അപ്പൊ ജോയലിന്റെ ഫോണിലേക്ക് വിളിച്ച സമയത്ത് നാളെ വൈകുന്നേരം പുറപ്പെടും, അപ്പൊ വൈകുന്നേരം കാണാന്ന് പറയണം. ആയിക്കോട്ടെ എന്നും പറയണം. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരമായി. പറഞ്ഞതുപോലെ തന്നെ മെർലിൻ ഇപ്പോൾ ആ ഒരു പയ്യനെ, അതായത് ജോയലിനെ വെയിറ്റ് ചെയ്യാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ കാറ് വരികയാണ് കേട്ടോ. കുറച്ച് അപ്പുറത്താണ് വണ്ടി വന്ന് നിന്നത്. അപ്പൊ ആ ഒരു വണ്ടി കണ്ടപ്പോ തന്നെ മെർലിന് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പഴയ ഏതോ മോഡൽ കാറാണ്. അയ്യോ, ഇത്രയും ദൂരം ഇനി ഈ ഒരു പാട്ടവണ്ടിയിലാണോ പോവേണ്ടത്? അവളിപ്പോ ആ ഒരു കാറിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ ജോയൽ കാറിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട്, നിങ്ങളല്ലേ മെർലിൻ, ഇന്നലെ വിളിച്ചായിരുന്നല്ലേ? അതേന്ന് പറയാണ്. എന്നാ പിന്നെ നമുക്ക് യാത്ര തുടങ്ങിയല്ലേ, എന്തായാലും ആ ഒരു ബാഗ് എല്ലാം ഡിക്കിയിലേക്ക് വെച്ചേക്കെന്ന് ഈ ജോലി പറയുന്നുണ്ട്. പിന്നീട് ഡിക്കി പോയി തുറന്നു നോക്കിയ സമയത്തുള്ള സകലമാന വേസ്റ്റുകളും അതിന്റെ ഉള്ളിലുണ്ട്. എന്റെ അമ്മേ, ഈ വണ്ടിയിൽ തന്നെ ഞാൻ പോണോ? പിന്നീട് മനസ്സോടെ മെർലിൻ ആ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ വെക്കുന്നുണ്ട്. പിന്നീട് വന്നിട്ട് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ എവിടെ തുറക്കുന്നു, ജാം ആയി കിടക്കുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ഈ ജോയിൽ വന്നിട്ട് ഡോറ് തുറന്നു കൊടുത്തിട്ട് അവൾ ഉള്ളിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ കാറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഇത് വിചാരിച്ചതുപോലെ പാട്ടവണ്ടിയല്ല, ഇത് പറക്കുന്തലകയാണ്. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല, പോവുക തന്നെ. അങ്ങനെ രണ്ടുപേരും ആ ഒരു യാത്ര തുടങ്ങുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മെർലിന്റെ ആ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, അവള് വിളിക്കുകയാണ്. അപ്പൊ വണ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ, എന്റെ പൊന്നു മോളെ, ഒരു പക്കാ പാട്ട വണ്ടി, ഇനി എന്റെ നാട്ടിൽ എത്തുന്നത് വരെ ഇത് തന്നെ ഇരിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ പോലെ ആകുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ജോലി കേൾക്കില്ലേ, പൊട്ടനൊന്നും അല്ലല്ലോ കേൾക്കാതിരിക്കാൻ. അവന്റെ വണ്ടിയെ കുറിച്ചല്ലേ ഈ കുറ്റൊക്കെ പറയുന്നത്. ഇതിനിടയിൽ ആ ഒരു കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കൂടെ വരുന്ന ആളുണ്ടല്ലോ, ആള് എങ്ങനെ? കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. എന്തായാലും നൈസായിട്ട് അവന്റെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലെ ഒറ്റയ്ക്ക് അവന്റെ കൂടെ യാത്ര ചെയ്ത് പോവല്ലേ. അങ്ങനെ ഫോണെല്ലാം വെച്ച് കഴിഞ്ഞ സമയത്ത് ഇവന്റെ മുഖത്ത് ഭയങ്കര ദേഷ്യം പോലെ. അപ്പോ നമ്മുടെ മെർലിൻ ചോദിക്കുകയാണ്, അല്ല എന്താ പറ്റിയത്? ഭയങ്കര ഒരു ഗൗരവം. ഗൗരവം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലല്ലോ. എന്റെ വണ്ടിയിൽ കയറിയിരുന്ന് എന്നെയും എന്റെ വണ്ടിയും കുറ്റം പറയുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എടോ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇതുപോലെ ഷെയർ ചെയ്ത് യാത്ര പോകുന്ന സമയത്തെ ഒരു ചെറിയ നിയമമുണ്ട്. ചുമ്മാ ആരോടെങ്കിലും വെറുതെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിതിങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ എനിക്കൊരു മടുപ്പ് വരും. അപ്പൊ വെറുതെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ എന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ. കൊള്ളാലോ, എന്നാ പറ, നിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എവിടെയാ പഠിച്ചത്? ഞാൻ പഠിച്ചതൊക്കെ നല്ലൊരു സ്കൂളിലാണ്, പക്ഷെ ഞാൻ ഇപ്പൊ പഠിക്കുന്നത് നിന്റെ അതേ കോളേജിലാണ്. എന്റെ കോളേജിലോ? നിന്റെ കോളേജിൽ മാത്രമല്ല, നിന്റെ അതേ ക്ലാസ്സിലാണ്. എടാ, എന്നിട്ട് ഇതുവരെയായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഇപ്പൊ മെർലിൻ പറയാണ്. എങ്ങനെ കാണാനാ, ഒരുപാട് പിള്ളേരുണ്ടല്ലോ, പിന്നെ നീ വേറെ ഏതോ ലോകത്താണല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഈ സൈക്കോളജി സബ്ജക്ട് എടുത്തതെന്ന് ഈ മെർലിനോട് ജോലി ചോദിച്ചപ്പോൾ മെർലിൻ പറയാണ്, സൈക്കോളജി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കുറച്ച് എളുപ്പമാണല്ലോ, ചുളുവിൽ ഒരു ഡിഗ്രി കയ്യിൽ കിടക്കുമല്ലോ. പക്ഷെ ജോലി പറയണേ, എടോ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. എന്തായാലും ഇതോട് കൂടിയിട്ട് മെർലിന് ഒരു കാര്യം മനസ്സിലായി, ഈ ചെറുക്കനോട് വർത്താനം പറയാൻ നിന്നത് തീരില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വർത്താനം ഒന്ന് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി അവൾ പതിയെ മ്യൂസിക് ഒന്ന് ഓണാക്കി വിടുകയാണ്. ഇതിനുശേഷം യാതൊരു മര്യാദയില്ലാതെ മെർലിൻ അവളുടെ ആ ഒരു കാല് രണ്ടും ഈ ഡാഷ്ബോർഡിന്റെ മേലെ കയറ്റി വെച്ച് നെയിൽ പോളിഷ് ഇടാൻ
തുടങ്ങുകയാണ്. ഇതിനിടയിൽ മെർലിൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ വിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്യാസ് സ്റ്റേഷൻ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തി തരാൻ വേണ്ടി ജോയലിനോട് പറയണം. ആ നോക്കട്ടെ, ഏതെങ്കിലും കാണുകയാണെങ്കിൽ നിർത്താന്ന് അവൻ പറഞ്ഞു. മാത്രമല്ല അവൻ വേറൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, നിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ അത് ചെയ്യാൻ വേണ്ടി പോവാണോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഈ സമയത്ത് മെർലിൻ പറയണ, എന്ത് കുഴപ്പം, അഡ്വാൻസ് ആയിട്ടുള്ള പലധികം ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും വലിയ ഒരു കാര്യമുള്ള കാര്യമല്ല. ആ സമയം ജോയൽ മറ്റൊരു കാര്യം കൂടെ പറയാണ്, മെർലിനെ നീ കണ്ണട വെച്ച് വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കേട്ട സമയത്ത് മെർലിൻ ആകെ ഷോക്കായി പോയി. ഇപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. ഇവൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാ ജോയൽ അറിഞ്ഞ്? ഇവള് വല്ലപ്പോഴേ കണ്ണാടി വെക്കാറുള്ളൂ, അതെങ്ങനെ ഇവൻ കണ്ടത്? ആകെ കൂടെ കൺഫ്യൂഷനായി. ഇതിനിടയിൽ ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തിയാട്ടോ. സോ ഗ്യാസ് സ്റ്റേഷൻ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തി തരാൻ വേണ്ടി മെർലിൻ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് വണ്ടി ചെറുതായിട്ടൊന്ന് സൈഡാക്കുകയാണ്. പിന്നീട് ബാത്റൂമിൽ പോയിട്ട് വന്ന് ജോയൽ ഇപ്പൊ മെർലിനോട് പറയണം. ഇപ്പൊ മെർലിൻ പറയണേ, എടോ എനിക്ക് ഈ ഒരു ബൂട്ട് ഇടാൻ പറ്റില്ല, കാരണം നെയിൽ പോളിഷ് ഇപ്പ് ഇട്ടിട്ടേ ഉള്ളൂ, നിനക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോയൽ തന്നെ മെർലിനെ എടുത്തു കൊണ്ടുപോയിട്ട് ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലാക്കി കൊടുക്കുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കടക്കാരനോട് ബാത്റൂം എവിടെയും ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ മെർലിൻ പോവാണ് കേട്ടോ. എന്നാൽ ബാത്റൂമിന്റെ വാതിൽ പറഞ്ഞപ്പോ ഒടുക്കത്ത മാറ്റം. ആ ഒരു ബൂട്ട് കാലിലിടാതെ ബാത്റൂമിലേക്ക് കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മെർലിൻ രണ്ടും കൽപ്പിച്ച് ബൂട്ടിട്ട് ബാത്റൂമിലേക്ക് കയറി ഒന്ന് ഫ്രഷ് ആവുകയാണ്. പിന്നീട് ഇതിനുശേഷം ബേഗിൽ നിന്നും കണ്ണാടി എടുത്ത് അവൾ കണ്ണിൽ വെച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കുകയാണ് കേട്ടോ. അതായത് ഈ കണ്ണാടി വെക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന് നേരത്തെ ജോലി പറഞ്ഞല്ലോ, അതുകൊണ്ട് അവളൊന്ന് വെച്ച് നോക്കിയതാ. അതുപോലെ ബാത്റൂമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതോ ജാമ്പുവാന്റെ കാലത്ത് ഉണ്ടാക്കിയതാ തോന്നുന്നു, ഒടുക്കത്ത നാറ്റവും വൃത്തിയുമില്ല. പിന്നീട് എല്ലാം കഴിഞ്ഞ് വാതിൽ തുറക്കാൻ നോക്കുന്ന സമയത്ത് വാതിൽ ലോക്കായി പോയിട്ടുണ്ട്. എന്നിട്ട് അത് തുറക്കാൻ നോക്കിയപ്പോൾ ആ പിടി തന്നെ ഒരു കയ്യിലേക്ക് വരികയാണ്. കുറെ നേരം അവൾ ഒച്ചത്തിൽ ഇപ്പോൾ ജോലിനെ വിളിക്കുകയാണ് കേട്ടോ. എവിടെ, ഇതിന്റെ ഉള്ളിൽ നിന്നും ഒച്ച പുറത്തേക്ക് പോകണ്ടേ? അങ്ങനെ അവസാനം എന്തൊക്കെയോ ചെയ്ത് ആ ഒരു ലോക്കെല്ലാം തല്ലി പൊളിച്ച് അവൾ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വന്നിട്ട് ദേഷ്യത്തിൽ ജോലിനോട് പറയണം, എടോ നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്, ഞാൻ അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോയി. ഇത് കേട്ടപ്പോ ജോലി പറയണ, അയ്യോ സോറി കേട്ടോ, ഞാൻ കേട്ടില്ല, സോറി. ആ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോ മെർലിൻ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കടക്കാരൻ ജോയലിനോട് പറയുന്നുണ്ട്, മോനെ ഞാൻ പറഞ്ഞതുപോലെ ഹൈവേയിലൂടെ മാത്രം പോയാൽ മതി കേട്ടോ, വെറുതെ ഷോർട്ട് കട്ടിലൂടെ പോവാൻ നിൽക്കണ്ട, അത് ഡേഞ്ചർ ആണ്, കാലാവസ്ഥ കുറച്ച് മോശമാണ്. അപ്പൊ ജോലി പറയാണ്, ഇവിടുത്തെ റോഡും ഷോർട്ട് കട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇതിലൂടെ കുറെ തവണ വന്നു പോയിട്ടില്ല. പിന്നീട് ജോലി പോയിട്ട് കാറിൽ കയറാണ്. മാത്രമല്ല വണ്ടിയിൽ ഒരു ഇച്ചിരി പെട്രോൾ അടിക്കുന്നുണ്ട്. എന്നാൽ ആ പെട്രോളിന്റെ പകുതി കാശ് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് കാശ് ഇപ്പൊ മെർലിൻ കൊടുക്കുമ്പോൾ ജോയൽ അത് മേടിക്കുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം. പിന്നീട് പെട്രോൾ അടിച്ചു കഴിഞ്ഞു. രണ്ടുപേരും അവരുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. കുറച്ചു നേരം ഹൈവേയിലൂടെ വണ്ടി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ റോഡിന്റെ ചുറ്റുഭാഗത്തും മഞ്ഞ് അങ്ങനെ വീണ് കിടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റുമുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടല്ലോ ഇവൻ എന്താക്കി, കാറ് ഡൈവ് എടുക്കുകയാണ്. ഒരു ഷോർട്ട് കട്ടിലേക്ക് ഈ കാറ് കയറ്റുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മെർലിൻ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണോ, എങ്ങാനും എവിടെയെങ്കിലും പെട്ടുപോയാലോ? ആ നേരത്തെ ജോലി പറയണം, നീ പേടിക്കൊന്നും വേണ്ട, ഈ റോഡ് എനിക്ക് നന്നായിട്ട് അറിയാം, മെയിൻ ഹൈവേയിലൂടെ പോവുകയാണെങ്കിൽ ഒരുപാട് ചുറ്റേണ്ടി വരും, ഇതിലൂടെ പോയാൽ വേഗം എത്തുകയും ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കാട്ടിലൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ശരിയാണ്, ജോയൽ പറഞ്ഞതുപോലെ തന്നെ മെർലിൻ നോക്കുമ്പോൾ ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് മരങ്ങള്. പക്ഷേ ഉള്ളിലൊരു പേടിയുണ്ട്, എങ്ങാനും ഈ ടയറെങ്ങാനും ഈ ഒരു മഞ്ഞിൽ താന്നു പോയാൽ ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെടുത്താൻ? അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷൻ അവളുടെ മുഖത്ത് ഇപ്പൊ ജോലി കാണുകയാണ്. അപ്പൊ അവളുടെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടി ഒരു നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് ക്രിസ്മസ് സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു. പാട്ട് കേട്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ ജോലി വണ്ടി ഓടിക്കുകയാണ്. അതിനിടയിൽ അവളോട് പറയണേ, ഞാൻ എന്തായാലും വീട്ടിലെത്തിയാൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ച് പൊളിക്കാൻ പോവാണ്. ആ നേരം ഒന്ന് ചിരിച്ചുകൊണ്ട് മെർലിൻ പറയാണ്, നിനക്ക് ഒരു ക്രിസ്മസ് അല്ലേ ഉള്ളൂ, എനിക്ക് 2 ക്രിസ്മസ് ഉണ്ടാവും, ഒന്ന് അമ്മയുടെ കൂടെയും ഒന്ന് അച്ഛൻ്റെ കൂടെയും. അതായത് രണ്ടുപേരും 2 വീട്ടിലാണ്, സെപ്പറേറ്റഡ് ആണ്. പിന്നീട് രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഇടക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോഡിന്റെ ഓപ്പോസിറ്റ് നിന്ന് വേറൊരു കാറ് വരികയാണ്. വലിയ വീതിയൊന്നുമില്ല റോഡിന്, ഈ മഞ്ഞ് വീണ് അതിന്റെ വീതിയെല്ലാം വളരെയധികം ചുരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ വണ്ടി ഇങ്ങനെ ഓപ്പോസിറ്റ് നല്ല സ്പീഡിൽ വന്നപ്പോൾ തട്ടണ്ട, ആക്സിഡന്റ് ഉണ്ടാവേണ്ട എന്ന് കരുതിയിട്ട് ജോയൽ എന്താക്കി, അവന്റെ കാറ് പെട്ടെന്ന് തന്നെ ഒന്ന് വെട്ടിച്ചെടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്നും പാളിപ്പോയി. അപ്പുറത്തധികം മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല, പക്കാ മഞ്ഞായിരുന്നു. അതിലേക്ക് ടയറങ്ങ് താന്നുപോയി. മാത്രമല്ല കാറിന്റെ കൺട്രോൾ വിട്ട് അവിടെ എവിടെയോ ചെന്ന് ഇടിക്കുന്നുണ്ട്. ചെറിയൊരു ഇടിയായിരുന്നു, എന്നിരുന്നാലും രണ്ടുപേരുടെ തലയും കാറിന്റെ ഈ ഡോറിന്റെ ആ ഒരു ഭാഗത്ത് തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ബോധം പോവുകയാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മെർലിന്റെ ബോധം വന്നു. മെർലിൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ജോയലിന്റെ ബോധം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, ആരോടെങ്കിലും സഹായം ചോദിക്കണല്ലോ. ബേഗിൽ ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഫോൺ എടുത്ത് അവള് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി കത്തി വെറുതെ കയ്യിൽ വെച്ചേ ഉള്ളൂ. എന്തായാലും ഫോൺ എടുത്ത് ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും ഒരാൾ വിളിക്കാൻ നോക്കുമ്പോൾ ഫോണിലാണെങ്കിൽ സിഗ്നൽ ഇല്ല. ചുറ്റും നോക്കുന്നുണ്ട്, ആരെയും കാണാനില്ല, ഒരു വണ്ടിയില്ല, ആൾക്കാരുമില്ല, ആരുമില്ല. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അവള് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടിപ്പോവാണ്. അവളുടെ ബേക്കിൽ ഒരാളുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ജോലി തന്നെ. അവന്റെയും ബോധം വന്നിട്ടുണ്ട്. അപ്പൊ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ജോലി ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ പുറത്ത് ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്, ഫോണിലാണെങ്കിൽ സിഗ്നലും ഇല്ല എന്ന് പറയണം. നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ ഫോണില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിൽ അങ്ങനെ തടവാണ്. അതായത് ആ ഒരു ആക്സിഡന്റിൽ അത്യാവശ്യം നല്ലൊരു കുത്ത് തലക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല നമുക്ക് ഈ ഒരു അപകടം ഉണ്ടാവാൻ കാരണമായ ആ ഒരു കാർ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത്
ഒരു കാറും കണ്ടിട്ടില്ല. എന്നാൽ ജോയിൽ ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു കാർ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ടയറിന്റെ പാടും കാര്യങ്ങളൊക്കെ കാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു മാർക്കും കാണുന്നില്ല. ഇതെന്താ സംഭവം? അവൻ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടേക്ക് പോയിട്ട് ഉറക്കനെ ആരെങ്കിലും ഉണ്ട് ഇവിടെ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പല തവണ ചോദിച്ചെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ല. കാരണം ഈ ഭാഗത്തൊന്നും ആരുമില്ല, ഫുൾ വിജനമായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ ജോയിൽ മെർലിനോട് പറയണം, നീ എന്തായാലും ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുക, വണ്ടി ഓടിക്കാൻ അറിയാലോ. അപ്പൊ നന്നായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഞാൻ കാറൊന്ന് തള്ളിത്തരാം, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണ്ടേ. ശരി, ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് മെർലിൻ കാറിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ജോയിൽ അവിടെ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ഇവർക്ക് ഈ അപകടം നടന്നില്ലേ, ഇതിന്റെ അപ്പുറവശത്തായിട്ട് ഒരുപാടധികം കല്ലറകൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് അതൊരു സെമിത്തേരിയാണ്. ഈ കാര്യം അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മെർലിൻ പേടിച്ചു പോകും. സോ അവളോട് ഈ ഒരു കാര്യം പറയേണ്ടെന്ന് വെക്കാണ്. നേരെ കാറിന്റെ പിന്നിൽ പോയി നിന്നിട്ട് ചെറുതായിട്ടൊന്ന് തള്ളി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെർലിൻ ആക്സിലേറ്ററും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നന്നായിട്ട് തന്നെ ടയർ താന്നു പോയതുകൊണ്ട് വണ്ടി കയറി കിട്ടുന്നില്ല. നല്ല റിസ്ക് ആയിരുന്നു. വണ്ടി ഒട്ടും കയറാത്തത് കൊണ്ട് തന്നെ മെർലിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് അത് ദേഷ്യമായി മാറുകയാണ്. ഇപ്പൊ ജോയിലിനോട് പറയണം, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനത്തെ വഴിയിലൂടെ ഒന്നും വരണ്ടാന്ന്. ഇതിന് കാരണക്കാരൻ നീ മാത്രമാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ജോയിലെ നീ സത്യം പറയോ? നിന്റെ പേര് ഇത് തന്നെയാണോ? എന്റെ നാട്ടിലേക്ക് തന്നെയാണോ നീയും പോകുന്നത്? എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നീ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണോ? നീ ആരാടാ? ഇനി വല്ല സീരിയൽ കില്ലറോ സൈക്കോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? ഇത് കേട്ട സമയത്ത് ജോയിലിനും അങ്ങ് ചൊറിഞ്ഞു കയറി വരികയാണ്. അവനും തർക്കിക്കുന്നുണ്ട്. അവസാനം ജോയില് സമ്മതിക്കുകയാണ്, ശരിയാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഹൈവേയിലൂടെ പോയാൽ മതിയായിരുന്നു, കാലാവസ്ഥ മോശമാണ്, എന്താ ചെയ്യാ, അബദ്ധം പറ്റിപ്പോയി. ഒരു കാര്യം ചെയ്യ്, നീ തൽക്കാലം കാറിന്റെ ഉള്ളിൽ ഇരിക്കുക. ആ ഗ്യാസ് സ്റ്റേഷൻ അധിക ദൂരത്തൊന്നും ഇല്ലല്ലോ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് നടന്നു പോയിട്ട് അവിടുന്ന് ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മെർലിനെ കാറിലിരുത്തിക്കൊണ്ട് ജോയിൽ ഇപ്പോൾ ആ റോട്ടിലൂടെ നടന്നു പോവാണ്. ഒരു കാര്യം ആലോചിക്കണം, രാത്രി ആയിട്ടുണ്ട്, നല്ല തണുപ്പാണ്, മഞ്ഞ് പെയ്യുന്നുണ്ട്, മാത്രമല്ല വളരെയധികം നിശബ്ദമായ വിജനമായ പ്രദേശം. എന്തൊക്കെ അപകടങ്ങളാണ് ഇവിടെ പതിയിരിക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ആ ഒരു വിജനമായ കാട്ടിലൂടെയാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ജോയിൽ നടക്കാൻ തുടങ്ങുന്നത്. അവനങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അതുപോലെ തന്നെ മെർലിൻ ഒറ്റയ്ക്കാണല്ലോ കാറിന്റെ ഉള്ളിൽ. അവൾ കാറിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് തണുക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് പൊന്തിയിട്ടില്ല. ആക്സിഡന്റിൽ അത് പൊന്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന സെലോ ടാപ്പ് ഉപയോഗിച്ച് ആ ഒരു ഗ്യാപ്പ് അവൾ അടക്കുകയാണ്. നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് നിന്നിട്ടുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഈ തണുത്ത ക്ലൈമറ്റിൽ ഈ അർദ്ധരാത്രിയിൽ തലയിലൂടെ ഒരു ഹുഡിയെല്ലാം ഒരു കോട്ടെല്ലാം ഇട്ട് അതിലൂടെ നടന്നു പോകുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെ കാണുകയാണ്. മുഖമൊന്നും വ്യക്തമല്ല. അപ്പൊ പല തവണ നമ്മുടെ മെർലിൻ വിളിക്കുന്നുണ്ട്, ഹലോ സാറേ, ഒന്ന് നിൽക്കുവോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ അവൾ ആ ഒരു കാറ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ടും ഒരുപാട് തവണ ആ ആളെ വിളിച്ചു. ഇയാൾക്കെന്താ ചെവി കേൾക്കില്ല തോന്നുന്നു. കാരണം അമ്മാതിരി വിളി മെർലിൻ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അയാൾ മൈൻഡ് ആകുന്നില്ല. പിന്നീട് പെട്ടെന്ന് എങ്ങോട്ടോ അയാൾ മറഞ്ഞു പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ മെർലിനെ പിന്നിൽ നിന്നും ആരോ വന്ന് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ജോയിലായിരുന്നു. ജോയിൽ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് അത് പൂട്ടി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വേഗം തിരിച്ചു വന്നത്. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ പിന്നിൽ നിന്ന് വന്ന് വിളിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോയി. എന്തായാലും ജോയിലിനെ കണ്ടപാട് തന്നെ മെർലിൻ ആ ഒരു കാര്യം പറയാണ്. അതായത് ഈ അർദ്ധരാത്രിയിൽ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ആരൊരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം ജോയിൽ അങ്ങ് വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ ജോയിൽ പറയാണ്, ആ ഒരു പെട്രോൾ സ്റ്റേഷൻ പൂട്ടിയിട്ടിരിക്കുകയാണ്, രാവിലെ അത് തുറക്കുള്ളൂ. അപ്പൊ രാവിലെ വരെ നമ്മൾ നിർബന്ധമായിട്ടും കാറിലിരിക്കല്ലാതെ വേറൊരു നിർവാഹമില്ല. ഇപ്പൊ മെർലിന് വീണ്ടും സംശയം തോന്നുകയാണ്. 24 മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പെട്രോൾ പമ്പ് അതെങ്ങനെയാണ് ഇപ്പൊ ക്ലോസ് ആവുക? എനിക്ക് നിന്നെ ഇപ്പോഴും നല്ല സംശയമുണ്ട്, സത്യം പറയടാ, നീ ആരാണ്? ഇതുകൂടെ കേട്ടപ്പോൾ ജോയിലിന് ദേഷ്യം വരികയാണ്. നീ വേണമെങ്കിൽ വന്നാൽ മതി, ഞാൻ കാറിന്റെ ഉള്ളിൽ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ കാറിന്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ പുറത്തേക്ക് നിന്നാലേ തണുത്ത് വിറച്ച് ചത്തുപോകും. അതിലും നല്ലത് കാറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് മെർലിനും പോയിട്ട് കാറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ഈ കാറിന്റെ ആ ഒരു ഡിസ്പ്ലേയിൽ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമും അതുപോലെ തന്നെ ഇവരുടെ വാച്ചിലുണ്ടായിരുന്ന ടൈമും രണ്ടും ഒരേ സമയത്ത് സ്റ്റോപ്പായി പോയിരിക്കുകയാണ്. ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കുമല്ലേ? എന്നാലും വാച്ചിലെ ടൈമും കാറിലെ ആ ഒരു ഡിസ്പ്ലേയിലെ ടൈമും ഒരുപോലെ ഒരേ ടൈമിന് സ്റ്റക്ക് ആവുമോ? എന്തായാലും ചുറ്റും നോക്കുന്ന സമയത്ത് നമ്മുടെ മെർലിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഈ ജോയൽ ഉണ്ടല്ലോ, അവന്റെ ചെവിയുടെ അരികിലൂടെ ചെറുതായിട്ട് ബ്ലഡ് വരുന്നത്. എന്നാൽ അവന്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു മുറി പരമാവധി മറച്ചു പിടിക്കാനാണ് ജോയൽ ശ്രമിച്ചത് കേട്ടോ. അവളെ പേടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. ആ ഒരു കാര്യം മെർലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മെർലിൻ ചോദിക്കുകയാണ്, സത്യം പറ, ഇനിയെങ്കിലും സത്യം പറ, നീ ആരാണ്? ശരിക്കും എന്റെ നാട്ടിലേക്ക് തന്നെയാണോ നീയും വരുന്നത്? നിന്റെ നാട് അവിടെയാണോ? ഉള്ളതുപോലെ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. ഈ സമയത്ത് ജോയല് സത്യം പറയാണ്. അതായത് മെർലിൻ, നിന്റെ നാട്ടിലേക്കല്ല എനിക്ക് വരേണ്ടത്, എന്റേത് വേറെ തന്നെ സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ജോയലെ, എന്റെ നാട് ഏതാണെന്നും ഞാൻ ഇതിലൂടെയാ പോകുന്നതെന്നും നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? ആ സമയത്ത് ജോയല് പറയാണ്, ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിലും നീ എന്നെ ശ്രദ്ധിക്കാറില്ലല്ലോ, പക്ഷെ ഞാൻ നിന്റെ പിറകിൽ തന്നെയുണ്ട്. ഇന്നലെ നീ ക്ലാസ് റൂമിൽ വെച്ച് നിന്റെ കൂട്ടുകാരിയോട് ചാറ്റ് ചെയ്തായിരുന്നല്ലോ, അത് മുഴുവൻ ഞാൻ കണ്ടു. അപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് പോയിട്ട് നീ കാണാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ബോർഡിൽ ആ ഒരു നോട്ട് ഞാൻ എഴുതിയിട്ടത്. ഈ ഭാഗത്തെ വഴികൾ വലിയ പിടുത്തമൊന്നുമില്ല എനിക്ക്, എന്നിരുന്നാലും ഈ കാട്ടിലൂടെയുള്ള വഴിയിൽ പോയാൽ നല്ല രസമായിരിക്കുമല്ലോ, നല്ല ജോലി ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിലൂടെ വന്നത്. ഇത് കേട്ടപ്പോൾ മെർലിൻ ചിരിക്കുകയാണ്. ഓഹോ, അപ്പൊ നിന്റെ പ്രണയം പറയാൻ വേണ്ടിയിട്ടാണല്ലേ ഈ കാര്യങ്ങളൊക്കെ നീ ഉണ്ടാക്കി വെച്ചത്? എടാ ചെങ്ങായി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരെ? എന്തായാലും രണ്ടുപേരും ഒന്നുകൂടെ അടുക്കുകയാണ്. കുറച്ച് തമാശകളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മെർലിന് നന്നായി
നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്നാൽ കഴിക്കാനായിട്ട് വണ്ടിയിൽ ഒന്നുമില്ല. അപ്പൊ ജോയല് വണ്ടിയിൽ എപ്പോഴും വെച്ച ഒരു ചോക്ലേറ്റിന്റെ കഷ്ണം എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ഇതിനിടയിൽ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് നല്ല ശബ്ദം കേൾക്കുകയാണ്. ഇവര് വേഗം ചെന്ന് നോക്കുമ്പോൾ പെട്രോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ വണ്ടി ഓഫ് ആകും. വണ്ടി ഓഫായാൽ എന്താണ് പ്രശ്നം? ഈ തണുപ്പത്ത് വണ്ടിയിലെ ഹീറ്റർ ഇടാതെ ഇവർക്ക് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയില്ല. എന്തായാലും വേഗം തന്നെ ഡിക്കിയുടെ ഉള്ളിൽ നിന്നും കുറച്ചധികം തുണിയെടുത്ത്, അതായത് മെർലിൻ അവളുടെ ബാഗിൽ അവളുടെ നാട്ടിലേക്ക് പോകല്ലേ, കുറച്ച് തുണികളൊക്കെ കയ്യിൽ വെച്ചായിരുന്നു. അതിന്റെ പകുതി അവളുടെ കയ്യിലും വെച്ച് പകുതി ജോയലിനും കൊടുത്തു. എന്നിട്ട് അത് ദേഹത്ത് കവർ ചെയ്യാൻ പറയാണ്. എന്നാൽ ഈ തണുപ്പത്ത് ആ തുണി ഉണ്ടായതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് ജോയല് പറയണം, നമ്മൾ കുറച്ച് അടുത്തിരിക്കുകയാണെങ്കിൽ എന്റെ ചൂട് നിനക്കും നിന്റെ ചൂട് എനിക്കും കിട്ടും. ഇത് കേട്ടപ്പോ മെർലിൻ ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, മോനെ ആ പൂതി മനസ്സിൽ വെച്ചാ മതി കേട്ടാ, നീ അവിടെ ഇരി, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആഹാ, ഒത്തില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ മെർലിന് ഒന്ന് നമ്പർ 1 പോകാൻ തോന്നുകയാണ്. അതുകൊണ്ട് ജോയലിനോട് ഉള്ളിലിരുന്നോ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പെൺകുട്ടികളല്ലേ, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ നല്ല പ്രൈവസി അവർ നോക്കും. എന്തായാലും അവൾക്ക് പറ്റിയൊരു സ്ഥലം കണ്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വിജനമായ പ്രദേശത്തൂടെ കോട്ടെല്ലാം ധരിച്ചൊരു 3 ആൾക്കാർ നടന്നു പോവാണ്. ഇങ്ങനെ ഒരു സമയത്ത് ഒരു 3 ആൾക്കാർ, അതും കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നു പോകുന്ന കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിച്ചു പോവല്ലോ. പേടിച്ചു, നന്നായിട്ട് തന്നെ അവള് പേടിക്കുകയാണ്. മാത്രല്ല ആ നടന്നു പോയ 3 പേരിൽ ഒരാൾ ഇപ്പോ അവളെ വല്ലാത്തൊരു രീതിയിൽ നോക്കുകയാണ്. ആ നോട്ടം കണ്ട് അവളങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. അവളിപ്പോ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോയൽ ഓടി വന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ മെർലിൻ കാര്യങ്ങൾ പറയണം. എന്നാൽ ജോയൽ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. നീ എന്തായാലും വണ്ടിയിൽ പോയിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോയൽ ഇപ്പോ മെർലിനെ വണ്ടിയിലാക്കുകയാണ്. എന്നിട്ട് കാടിന്റെ ആ ഒരു ഭാഗത്തൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ ഒറ്റയ്ക്ക് തന്നെ ആ ഒരു ഏരിയ മുഴുവനായിട്ടും പോയി നോക്കുന്നുണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോൾ കാട്ടിന്റെ ഉള്ളിലായിട്ട് മരം കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു വീട് അവൻ കാണുകയാണ്. വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം നശിച്ച അവസ്ഥയിലാണ്. അതിന്റെ ഉള്ളിലേക്ക് പതിയെ അവൻ കയറുന്നുണ്ട്. അവന്റെ കയ്യിൽ വെളിച്ചത്തിനായിട്ട് വലിയ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു നേരിയ വെട്ടത്തിൽ ഒരു ന്യൂസ് പേപ്പർ അവൻ കണ്ടു. എന്തായാലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ട് കയ്യിലെടുത്ത് വെക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടെ അവൻ കണ്ട് ഞെട്ടിപ്പോവാണ്. അതായത് കുറച്ചധികം മൃതദേഹങ്ങൾ. ഇവരെല്ലാം മരിച്ച് കുറച്ച് നാളായിട്ടുണ്ട്. എന്നാൽ ഇവിടെ മുഴുവൻ ഐസാണല്ലോ. ആ ഐസിന്റെ ഉള്ളിൽ പെട്ട് ആ ശവശരീരങ്ങൾ ഫ്രീസ് ആയി പോയിട്ടുണ്ട്. പിന്നീട് പിറകിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. പിന്നീട് ആ ഒരു ശവങ്ങളുള്ള ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അതൊന്നും അവിടെ കാണാനില്ല. അവനത് പേടിച്ചു പോവാണ്. ചിലപ്പോ ഉള്ളിലെ ഭയം കൊണ്ട് തോന്നിയതായിരിക്കും എന്ന് വരെ അവൻ ചിന്തിക്കുകയാണ്. ഇനിയിപ്പോ അധിക നേരം ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ നേരം തന്നെ മെർലിൻ, അവൾ ആ ഒരു കാറിൽ ഒറ്റയ്ക്കാണല്ലോ, അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ കണ്ടതുപോലെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആഹാ, ഇത്തവണ ഇയാളെ വിട്ടാ പറ്റില്ല. എന്തായാലും ആൾ ആരാണെന്ന് നോക്കുക തന്നെ. അവള് കാറും തുറന്ന് ഹേയ് ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഞങ്ങളിവിടെ പെട്ടുപോയതാണ്. അങ്ങനെ പലതവണ പറഞ്ഞുകൊണ്ട് അയാളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കുന്നില്ല, യാതൊരു മൈൻഡും ഇല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ തൊട്ടവൾ സംസാരിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ പറയുന്നത്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിടല്ലേ, എനിക്ക് പേടിയാണ്, എന്നെ കൊല്ലല്ലേ എന്നൊക്കെയാ. ഇയാളുടെ ഈ വർത്താനെല്ലാം കേട്ടപ്പോൾ മെർലിൻ ആകെ പേടിച്ചു പോയി. ഇയാളുടെ ദേഹം മുഴുവനായിട്ടും വെള്ളം കൊണ്ട് നനഞ്ഞിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കാലെന്തോ കമ്പി വെച്ച് കെട്ടിയതുപോലെയുണ്ട്. എന്നാലും ധൈര്യം സംഭരിച്ച് ഇയാളുടെ മേത്തൊന്ന് തൊട്ടവള് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ആ ആളൊന്ന് തിരിയുന്നുണ്ട് കേട്ടോ. ആ ആളുടെ മുഖം കണ്ട് അവളുടെ ശബ്ദം തന്നെ ഇല്ലാണ്ടായി പോണ്. ഒന്ന് കരയാൻ ശ്രമിക്കുമ്പോൾ കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ കാറ്റ് മാത്രം. ഇതും കണ്ട് അവളങ്ങനെ നിൽക്കുമ്പോൾ ഈ മനുഷ്യന്റെ വായിൽ നിന്നും ഒരുമാതിരി ഒരു പാമ്പ് പോലെ ഒരു സാധനം പുറത്തേക്ക് വന്നു. തിരിഞ്ഞോടാൻ നോക്കുമ്പോൾ ദാണ്ടെ നിൽക്കുന്ന ബേക്കിൽ വേറെ 2 രൂപങ്ങള്. ഹല്ലേലൂയ, സ്തോത്രം. സ്പോട്ടില് ബോധം കെട്ടു വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോയല് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ജോയല് നോക്കുമ്പോൾ കാറിൽ മെർലിനെ കാണാനില്ല. അവിടെ ചുറ്റുഭാഗത്തായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് ബോധമില്ലാതെ മലന്നടിച്ച് വീണ് കിടക്കുന്ന നമ്മുടെ മെർലിനെ കാണുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടി ചെന്നു മെർലിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ ബോധം വന്നപാടിനെ മെർലിൻ 4 തെറിയാണ്. വവ്വാലുണ്ടായ വാൽമാക്രി, നീ കാരണാടാ ഞാനിവിടെ വന്ന് പെട്ടുകിടക്കുന്നത്. എന്താടാ ഇവിടെ സംഭവിക്കുന്നത്? എന്താടാ ഞാൻ ഈ കാണുന്നത്? ഏതാടാ ഈ സ്ഥലം? എന്തായാലും മെർലിൻ നന്നായിട്ട് പേടിച്ചിരിക്കുകയാണെന്ന് ജോയലിന് മനസ്സിലായി. എന്തായാലും നീ ഇവിടെ ഇരിക്കേണ്ട, വേഗം നമുക്ക് കാറിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി കാറിലേക്ക് പോവാണ്. പുറത്ത് കുറെ നേരം നിന്നത് കൊണ്ട് തന്നെ ബോഡി നന്നായിട്ട് തണുത്ത് വിറക്കുന്നുണ്ട്. പിന്നീട് നേരത്തെ ജോയൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും ഒന്ന് അടുത്ത് ചേർന്നിരിക്കുകയാണ്. എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ. രണ്ടുപേരുടെ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ഈ ജോയലിന് നേരത്തെ ഒരു ന്യൂസ് പേപ്പറിന്റെ കഷ്ണം കിട്ടിയായിരുന്നല്ലോ ആ ഒരു പഴയ വീട്ടിൽ വെച്ചിട്ട്. അതിന്റെ ആ ഒരു കഷ്ണം ഉപയോഗിച്ച് ഗ്ലാസിന്റെ കുറച്ചു ഭാഗം മൂടാതെ അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഭാഗം എല്ലാം കവർ ചെയ്യുന്നുണ്ട്. രാവിലെ ആകുന്നത് വരെ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. എന്തായാലും രണ്ടുപേരും അതിന്റെ ഉള്ളിൽ തണുത്ത് വിറച്ചങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു കാറിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിലേക്ക് ഒരു വെട്ടം വന്ന് വീഴുകയാണ്. നോക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനാണ്. അയാളുടെ ടോർച്ച് വെച്ച് ഉള്ളിലേക്ക് അടിച്ച് നോക്കുകയാണ്. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ നട്ടപ്പാതിരക്ക് ഈ ഒരു വഴിയിലേക്ക് വന്നത്? പോലീസിനെ കണ്ടപാട് മെർലിന് ഭയങ്കരമായിട്ട് ആശ്വാസമാണ്. അയ്യോ സാറേ, ഞങ്ങളെ രക്ഷിക്കണം സാറേ, അറിയാതെ വന്ന് പെട്ടുപോയതാണ്.
പോയതാണ്. ഈ സമയത്ത് പോലീസുകാരൻ പറയാണ്, എന്റെ പൊന്നു മക്കളെ, ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ വരാനേ പാടില്ലായിരുന്നു. കണ്ണി കണ്ട ക്രിമിനൽസും നാട്ടിലുണ്ടായിരുന്ന എല്ലാ അപരാധി മക്കളും വരുന്നത് ഇങ്ങോട്ടേക്കാണ്. നിങ്ങൾ ചെയ്തത് എന്തായാലും ഭയങ്കര മണ്ടത്തരായി പോയിട്ടോ. ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളും അതുപോലെ നാട് വിട്ട് വന്ന ക്രിമിനൽസ് അല്ലേ? അതുകൊണ്ട് മര്യാദക്ക് എന്റെ വണ്ടിയിൽ വന്ന് കയറിയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മെർലിൻ ആകെ പേടിച്ചു പോണ്. സാറേ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജോയലിന്റെ അടുത്തേക്ക് പോയിട്ട്, ജോയലെ, ഇയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മുടെ കയ്യിൽ നിന്ന് കൈക്കൂലി കിട്ടാനുള്ള എന്തോ പരിപാടിയാണ്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ജോയലിന്റെ കയ്യിലുള്ളതും അതുപോലെ തന്നെ മെർലിന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഇയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരൻ ആ ഒരു കാശൊന്നും മേടിക്കാൻ തയ്യാറാവുന്നില്ല. ഇയാൾ പറയുന്നത്, എന്നെ സ്വാധീനിക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട, മര്യാദക്ക് വണ്ടിയിൽ വന്ന് കയറിക്കോ, എന്തെങ്കിലും ഉണ്ടായി പൊപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ വരുന്നത്. എന്നാൽ അയാളുടെ ആ ഒരു മട്ടവും ഭാവം കണ്ടപ്പോൾ മെർലിന് മനസ്സിലായി, ഇയാൾ ഒരു നല്ല പോലീസുകാരനൊന്നുമല്ല. ഇയാൾ ആ ഒരു വണ്ടിയിൽ കയറാൻ പറയുന്നത് എന്തായാലും എന്നെ ഉപദ്രവിക്കാൻ തന്നെയാണ്. സോ കയറാതെ അവൾ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ പോലീസുകാരന്റെ ഈ ടോട്ടൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ മാറുകയാണ്. മര്യാദക്ക് നിന്നോട് കയറാനല്ലേ പറഞ്ഞതെന്ന് ഹാർഷായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാട്ടിന്റെ ഉള്ളിൽ നേരത്തെ മെർലിൻ കണ്ട ആ ഒരു പ്രീസ്റ്റിനെ പോലെ വസ്ത്രം ധരിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതിലൊരാൾ ഇവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ മെർലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജോയൽ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് പുറകിലൂടെ വന്നിട്ട് ഈ പോലീസുകാരന്റെ തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. ആ അടി അടിച്ചത് ഓർമ്മയുള്ളൂ. അടുത്ത സെക്കൻഡില് മെർലിനും ജോയലും രണ്ടുപേരും ഇപ്പൊ ഇരിക്കുന്നത് അവരുടെ കാറിന്റെ ഉള്ളിലാണ്. ഇതെങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് സംഭവിച്ചത്? ഇത്രയും നേരം ആ ഒരു പോലീസുകാരന്റെ കൂടെയായിരുന്നു ഇവരുണ്ടായിരുന്നത്. അയാളുടെ തലയ്ക്ക് ഈ ഒരു ഇരുമ്പ് കമ്പി വെച്ച് അടിച്ച അതേ സെക്കൻഡിൽ തന്നെ ഇവരെങ്ങനെ ഈ കാർ സീറ്റിലെത്തി? ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇരുമ്പിന്റെ റോഡ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ജോയലിന്റെ കയ്യിൽ ഒട്ടി നിൽക്കുകയാണ്. അതായത് നല്ല തണുപ്പുള്ള സമയത്ത് നമ്മളൊരു ഇരുമ്പ് കഷ്ണത്തിലോ ഒരു പാത്രത്തിലോ ടച്ച് ചെയ്ത് നോക്കി കുറെ നേരം അങ്ങനെ വെച്ചാൽ അത് നമ്മുടെ കൈയുമായിട്ട് ഒട്ടിപ്പോവും. എന്തായാലും ഈ ഒരു നിമിഷത്തിൽ നടന്നത് അതൊരു സാധാരണ സംഭവമല്ലാന്ന് മെർലിനും ജോയലിനും മനസ്സിലായി. അമാനുഷികമായിട്ടുള്ള എന്തോ ഒന്ന് ഇവിടെയുണ്ട്. ഈ മനുഷ്യനും, അതായത് ആ വന്നുപോയ മനുഷ്യനുണ്ടല്ലോ, അയാളും സാധാരണ ഒരു പോലീസുകാരനല്ലാന്ന് ഇവർക്ക് മനസ്സിലായി. മാത്രമല്ല, ജോയലിന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു കമ്പി കഷ്ണം ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണല്ലോ, അത് പറിക്കാൻ നോക്കിയപ്പോൾ അതിന്റെ കൂടെ അവന്റെ സ്കിന്ന് കൂടെ പൊട്ടിപ്പൊളിഞ്ഞു വരികയാണ്. അവന് നന്നായിട്ട് വേദനിച്ചു. അതായത് ഈ തണുപ്പ് തരുന്ന പെയിൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മറ്റൊരു ഫീലാണ്. ഫീൽ എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്തൊരു പെയിനാണ്. അപ്പൊ അവൻ അനുഭവിക്കുന്ന ആ ഒരു പെയിന് നമ്മുടെ മെർലിന് മനസ്സിലായി. അവൾക്ക് വേണ്ടിയാണല്ലോ ഇതുപോലെ ഇരുമ്പ് കഷ്ണം എടുത്ത് ആ ഒരു പോലീസുകാരനെ ജോയൽ അടിച്ചത്. അതുകൊണ്ടാണല്ലോ ആ ഒരു കമ്പി കഷ്ണം അവന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചത്. തനിക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ മെർലിന് എന്തോ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. മാത്രമല്ല, തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ആ ഒരു കൈ ഇപ്പോൾ മെർലിൻ അവളുടെ വയറ്റത്തേക്ക് വെക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഒരു അത്യാവശ്യം ചൂട് കിട്ടുമല്ലോ. പിന്നീട് രണ്ടുപേരും നന്നായിട്ട് തന്നെ അടുത്ത് നിന്ന് ഹഗ് ചെയ്ത് നിൽക്കണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് കൊടുത്താൽ മാത്രമേ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു ഹാർഡായിട്ടുള്ള, ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിലും രണ്ടുപേരും നാളെ രാവിലെ ആവുന്നത് വരെ കാത്തിരുന്നാൽ മതിയല്ലോ. അത് കഴിഞ്ഞാൽ ഈ വഴി ആരെങ്കിലൊക്കെ പോകും, എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ജോയലിന്റെ കൈന്റെ ആ ഒരു പെയിന് മാറുന്നൊന്നുമില്ല. അപ്പോഴാണ് മെർലിന് ഒരു കാര്യം ഓർമ്മ വന്നത്. അവളുടെ ബാഗിൽ പെയിൻ കില്ലേഴ്സ് ഉണ്ടായിരുന്നു. വേഗം തന്നെ അതെടുത്ത് ജോയലിന് കൊടുക്കുകയാണ്. അപ്പൊ അത് കുടിച്ച ഒരു ആശ്വാസത്തിൽ കുറച്ചു നേരം അവൻ പിന്നിലോട്ടെന്ന് മയങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ മെർലിന് ഒരു കാറിന്റെ ചില്ലിന്റെ ചില ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടില്ലല്ലോ, അത് മറച്ചു വെച്ചിരിക്കുന്നത് ജോയൽ ആ കാടിനുള്ളിൽ കണ്ട ആ ഒരു മരത്തിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അതെല്ലാം ചെറുതായിട്ട് തുറന്നു വന്നായിരുന്നു. മെർലിൻ ഒന്നുകൂടെ അതൊക്കെ നന്നായിട്ട് അടച്ച് ഭദ്രമാക്കുകയാണ്. അതിനിടയിൽ യാദൃശ്ചികമായിട്ട് മെർലിൻ ഒരു കാര്യം കാണുകയാണ്. ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അതായത് ഇതേ സ്ഥലത്ത് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പോലീസുകാരന്റെ വാഹനവും മറ്റൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് വലിയൊരു ആക്സിഡന്റ് നടന്നായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പ്രീസ്റ്റുകൾ അവര് ഈ രക്ഷിക്കാൻ നോക്കിയത് ആ ഒരു പോലീസുകാരനെ അല്ലായിരുന്നു, പകരം ആ അപകടത്തിൽപ്പെട്ട സാധാരണ ആൾക്കാരെയായിരുന്നു. എന്തോ ആ അപകടത്തിൽ പിന്നീട് പോലീസുകാരൻ മരണപ്പെട്ടു പോയി. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു പത്രവാർത്ത മെർലിൻ ആ ഒരു പഴയ പത്രത്തിലൂടെ വായിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഏതൊരു ശക്തി വന്നിട്ട് മെർലിനെ പിറകിൽ നിന്നും പിടിച്ച് പിറകിലേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് മിക്കവാറും ആ ഒരു പോലീസുകാരന്റെ ആത്മാവായിരിക്കണം. ആ ആത്മാവിന്റെ ചില വിഷ്വൽസ് ഇപ്പോൾ അവൾക്ക് കാണാനും കഴിയുന്നുണ്ട്. അതായത് ആ ഒരു പോലീസുകാരന്റെ ആത്മാവ് അവളെ തൊട്ടതുകൊണ്ടായിരിക്കണം അയാളുടെ ആ ഒരു കാര്യങ്ങൾ ഒരു മൈൻഡ് വിഷ്വലിലൂടെ അവൾക്ക് കാണാൻ കഴിയുന്നത്. അതേ നേരം തന്നെ ഇവരുടെ കാറിൽ ഉണ്ടായിരുന്ന റേഡിയോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയാണ്. മാത്രമല്ല, വ്യത്യസ്തമായ ചില ശബ്ദങ്ങളും അതിലൂടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ മെർലിൻ കണ്ടു എന്ന് പറയുന്ന ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ആ ഒരു പോലീസുകാരൻ നോട്ടിട്ട് വെക്കും. എന്നിട്ട് മനഃപൂർവ്വം തന്നെ അയാൾ ആക്സിഡന്റുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഈ പോലീസുകാരൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതേ നേരം തന്നെ മെർലിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വിട്. ഇതേ സമയത്താണ് ജോയൽ കണ്ണുറക്കുന്നത്. അവൻ നോക്കുമ്പോൾ മെർലിൻ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെ ആരും പിടിച്ചതുപോലെ എന്നെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജോയൽ മെർലിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്താ പറ്റിയത്? അപ്പോഴാണ് ശരിക്കും മെർലിന് സ്വബോധം ചെറുതായിട്ടെങ്കിലും തിരിച്ചു കിട്ടുന്നത്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന റേഡിയോ അത് പിന്നെയും ഓൺ ആവുകയാണ്. വ്യത്യസ്തമായ ചില ശബ്ദങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ജോയൽ പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് അകലിൽ നിന്നും ഒരു വാഹനം വരുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ
നോക്കിയപ്പോൾ അതൊരു പോലീസുകാരന്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. എന്നാൽ അതൊരു പോലീസുകാരന്റെ വണ്ടിയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ പേടി കൂടാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴും നമ്മുടെ മെർലിന് പൂർണ്ണമായിട്ടും ബോധം വന്നിട്ടില്ല. അതുപോലെ തന്നെ ജോയിൽ നോക്കുമ്പോൾ ഈ റേഡിയോയുടെ അടിയിൽ AC വിൻഡ് ഉണ്ടല്ലോ, ഇതിലൂടെ പുറത്തെ ശക്തമായ ആ ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. അത് മെർലിന്റെ ദേഹത്ത് തട്ടാതിരിക്കാനായിട്ട് ജോയൽ അവന്റെ ബോഡി വെച്ച് ആ ഒരു കാറ്റിനെ തടുത്തു നിർത്തുകയാണ്. ശരീരത്തിലേക്ക് ഇങ്ങനെ ശക്തമായ തണുത്ത കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് തന്നെ ശരീരം വല്ലാണ്ട് തണുത്ത് ഫ്രീസായി പോവാണ്. അവൻ ആ ഒരു വേദനയൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. ഈ നേരത്ത് മെർലിൻ സ്വബോധത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ്. അവൾക്ക് വേണ്ടി ജോലി ചെയ്ത ആ ഒരു കാര്യം കണ്ടിട്ട് അവൾക്ക് ആകെ സങ്കടമാവുകയാണ്. നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ പോലീസുകാരൻ പുറത്ത് വന്നിട്ടുണ്ട്. ഇയാൾ പുറത്ത് വന്ന് നിൽക്കുന്ന കാര്യം മെർലിനും ജോയിലും കാണുകയാണ്. ആകെ പേടിയാവുന്നുണ്ട്. മാത്രമല്ല അയാൾ വന്ന് കതക് തട്ടുകയാണ്. അതായത് ആ ഒരു വിൻഡോയിൽ തട്ടുന്നുണ്ട്. രണ്ടുപേരും അത് തുറന്നില്ല. അയാൾ അത് തുറക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. മെർലിനും ജോയിലും പേടിച്ച് വിറച്ച് തുറക്കാതെ നേരം വെളുക്കുന്നത് വരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ. സോ എല്ലാം സഹിച്ചുകൊണ്ട് അവരതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഈ ഒരു നേരത്ത് ജോയിലിന്റെ ആരോഗ്യം വളരെയധികം വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെന്റലി മെർലിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെങ്കിലും ശാരീരികമായിട്ട് ജോയലിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്തായാലും അവനങ്ങനെ തളർന്നു വീണുകൊണ്ടിരിക്കുമ്പോൾ അവന് ടാബ്ലറ്റ് കൊടുക്കാനായിട്ട് വീണ്ടും മറ്റൊരു കുപ്പിയും വെള്ളം തപ്പി നോക്കുമ്പോൾ മെർലിന് ഒരു കുപ്പി കിട്ടി. ആ കുപ്പിയിൽ രക്തം കലർന്ന യൂറിൻ ഇപ്പൊ മെർലിൻ കാണുന്നുണ്ട്. അത് കണ്ട് മെർലിൻ ആകെ ഞെട്ടിപ്പോയി. ജോയലിനോട് എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജോയൽ ആ ഒരു കാര്യം പറയാണ്. അതായത് വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ എന്റെ തല നന്നായിട്ടൊന്ന് ഇടിച്ചായിരുന്നു. ഇപ്പോഴും രക്തം വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലൂടെയും ബ്ലഡ് വരുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ്. പിന്നെ നേരത്തെ ഞാൻ ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോയായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ലായിരുന്നു. പോകുന്ന വഴിയിൽ തല കറങ്ങി വീണു. പിന്നെ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് നടന്നു വന്നെയാണ്. സോ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മെർലിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ മെർലിൻ പറയണേ, എന്നാ പിന്നെ ഞാൻ പോയിട്ട് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് വരാം. അതിന് ജോയിൽ എതിർക്കാണ്. നീ പോകണ്ട. കാരണം പുറത്ത് നീ കണ്ടതല്ലേ എന്തൊക്കെയാ നടക്കുന്നത്? ഇത് പ്രേതങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രാപ്പാണോ? നമ്മൾ ആരെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നതാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് നീ അത്രയും ദൂരം പോകുന്നത് ഒട്ടും സേഫ് അല്ല. ആ സമയത്താണ് മെർലിൻ ഒരു കാര്യം കാണുന്നത്. ജോയിലിന്റെ ഈ ഒരു വാഹനത്തിൽ പഴയൊരു ടെലിഫോൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വരുന്ന വഴിയിൽ ഒരു ടവറും അവൾ കണ്ടായിരുന്നു. സോ ഇതെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ സിഗ്നൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് ഒരു കോൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ മെർലിൻ കുറച്ചു നേരം ജോയിലെ നീ ഇവിടെ പിടിച്ചു നിൽക്കണം, ഞാൻ പോയിട്ട് വരാന്ന് പറയുമ്പോൾ ജോയിലിന്റെ അവസ്ഥ അത് വളരെ മോശമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവന് മര്യാദക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പൊ മെർലിൻ പതിയെ അവന്റെ അടുത്തേക്ക് പോയി ഒന്ന് ഇരിക്കുകയാണ്. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യോ, ഞാൻ ആരെങ്കിലും ഹെൽപ്പിന് കൊണ്ടുവരാന്ന് പറയാണ്. ഈ സമയത്ത് ജോയിൽ പറയാണ്, മെർലിനെ എന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണ്, നീ പറഞ്ഞ സത്യമാണ്. നിന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നിന്നോട് നേരിട്ട് പറയാമായിരുന്നു. എന്നാലും നിന്റെ കൂടെ കുറച്ചൊരു സമയം ചെലവഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു നുണ ഞാൻ പറഞ്ഞതും ഇതുപോലെ നിന്നെ കൂട്ടി ഇതുപോലെ വന്നതൊക്കെ. എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്തായാലും ഇനിയൊരു അവസരം നിന്നോട് ഇഷ്ടം തുറന്നു പറയാൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഞാനൊന്നും മടി കാണിക്കില്ല. ധൈര്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു പറയാണ്. എന്തായാലും മെർലിന് ഭയങ്കര സങ്കടം ആവുന്നുണ്ടെങ്കിലും തൽക്കാലം അവൻ അവിടെ ഇരുത്തിയിട്ട് ആ ഒരു ടവറിന്റെ അടുത്തേക്ക് പോയി എങ്ങനെയൊക്കെയോ അതിൽ അള്ളി പിടിച്ച് കയറി സിഗ്നല് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ കോള് കണക്ട് ആയിട്ടുണ്ട്. അവൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആ കേട്ട ആള് ഇത് വ്യക്തമായിട്ട് കേട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിനുശേഷം മെർലിൻ കാറിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ജോയലിന് യാതൊരു അനക്കവുമില്ല. കുറെ നേരം വിളിച്ചു കേട്ടോ, എവിടെ, കണ്ണ് തുറക്കുന്നില്ല. അപ്പൊ അവൾക്കൊരു കാര്യം മനസ്സിലായി, ജോയൽ മരിച്ചു കഴിഞ്ഞു എന്ന്. ഇത്രയും നേരം തന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു സുഹൃത്ത് അവൻ ജീവനില്ലാതെ കിടക്കുന്ന സമയത്ത് മെർലിന്റെ ആ ഒരു ഫീൽ എന്തായിരിക്കും? കുറെ നേരം അവൾ ഇരുന്ന് കരയാണ്. എന്നിട്ട് അവന്റെ ആ ഒരു ജീവനില്ലാത്ത ശവവുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അങ്ങനെ ആ ഒരു ബോഡിയുമായിട്ട് അവൾ പോകുന്ന നേരത്ത് അവൾ വീണ്ടും ആ ഒരു കാറ് കാണുകയാണ്. പെട്ടെന്നായതുകൊണ്ട് പേടിച്ചു പോയി. ഇനി എങ്ങാനും ആ ഒരു പോലീസുകാരന്റെ ആത്മാവ് അയാൾ വന്നില്ലേ, അയാൾ വന്ന ആ ഒരു കാറായിരിക്കും ഇത്. എന്നാൽ പെട്ടെന്ന് തന്നെ മറ്റൊരു കാറിന്റെ ഹെഡ്ലൈറ്റ് കത്തുകയാണ്. ശരിക്കും മെർലിൻ പേടിച്ചില്ലാണ്ടായി എന്ന് പറയാം. എന്നാൽ ആ വന്ന ആള് മെർലിന്റെ സിഗ്നൽ, അതായത് ഫോൺ വിളിച്ചായിരുന്നല്ലോ, അപ്പൊ ഈ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് വന്ന ആളായിരുന്നു. അവളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളാണ്. അപ്പൊ ആ ഒരു കാര്യം ആ ഒരു വന്ന ആള് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് മെർലിന് ഒന്ന് ആശ്വാസമായത്. വേഗം തന്നെ അയാളുടെ കൂടെ അയാളുടെ കാറിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് മെർലിൻ മാത്രം രക്ഷപ്പെട്ട് പതിയെ അയാളുടെ കൂടെ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അയാൾ ഇവിടുത്തെ ചില കാര്യങ്ങൾ മെർലിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ഏരിയയിൽ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ നൈറ്റ് പെട്രോളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ ആള് ഭയങ്കര കറക്റ്റഡ് ആയിരുന്നു. എല്ലാ രീതിയിലും വളരെ മോശം സ്വഭാവം. അതായത് ഇതിലൂടെ പോകുന്ന ആൾക്കാരെ ഉപദ്രവിക്കുക, ആളുകളെ കൊല്ലുക, സ്ത്രീകളെ റേപ്പ് ചെയ്യുക, അവരുടെ കയ്യിലുള്ള സമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളയടിക്കുക. അതായത് ഇവിടെ കാണാതായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരായിരുന്നു. അങ്ങനെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന കുറച്ച് അച്ഛന്മാര്, അതായത് പ്രീസ്റ്റുകൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി അവർ ഈ ഒരു കാര്യം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഇതിലൂടെ പോയ ഒരു പാസഞ്ചറിനെ ഈ പോലീസുകാരുണ്ടല്ലോ, ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ആള്, ഇയാൾ പിടിക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ ആ 2 വാഹനങ്ങളും ആക്സിഡന്റ് ആയിട്ട് താഴെ വീണു. ഈ ഒരു പോലീസുകാരന് നല്ല പരിക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രീസ്റ്റുകൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്തത് അന്ന് ആ പാസഞ്ചേഴ്സ് വീണ് കിടന്നല്ലോ അവരെ മാത്രമാണ്. ഈ ഒരു കാര്യം നമ്മുടെ മെർലിൻ ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പൊ ആ ഒരു പ്രീസ്റ്റ് ആ പോലീസുകാരനെ രക്ഷപ്പെടുത്താതിരുന്നത്? ഇതുപോലൊരു ചെകുത്താനെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തായാലും ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഈ ഒരു ഏരിയയിൽ ദുഷ്ടനായിട്ടുള്ള ആ ഒരു പോലീസുകാരന്റെ ആത്മാവ് ഭയങ്കരമായിട്ട്
ശല്യം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ മെർലിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ് ഇത്രയും നേരം ഇവർ അനുഭവിച്ചതെന്ന്, ഇവരുടെ ചുറ്റും എന്താ നടന്നതെന്ന് എല്ലാം ഇവർക്ക് മനസ്സിലായി. അതായത് ഇവർക്കുണ്ടായിരുന്ന ആ ഒരു ആക്സിഡന്റ് വരെ പോലീസുകാരന്റെ ആത്മാവ് അത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. എന്തായാലും ഇപ്പൊ വന്ന ആളുടെ കൂടെ മെർലിൻ രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ദാണ്ടെ വീണ്ടും അയാളുടെ വാഹനത്തിലെ ആ റേഡിയോയിൽ നിന്ന് ചില സിഗ്നൽസ് വരാൻ ആരംഭിക്കുകയാണ്. അതും അവ്യക്തമായ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ. ഇത് കേട്ടപാട് തന്നെ മെർലിൻ ഒരു കാര്യം ബോധ്യായി. അതായത് പോലീസുകാരന്റെ ആത്മാവ് ഇതിലൂടെ പോകുന്ന സമയത്താണ് ഇതുപോലെയുള്ള റേഡിയോയിലെ സൗണ്ട് ഗ്ലിച്ച് ഉണ്ടാവുന്നത്. അധികം വൈകാതെ ഇവർക്ക് നേരെ ആ ഒരു ആത്മാവ് വരുമെന്ന് മെർലിന് മനസ്സിലായി. വിചാരിച്ചതുപോലെ തന്നെ ഇവർ പോകുന്ന ആ ഒരു വഴിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വാഹനം വരുന്നുണ്ട്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ റോഡിന് വലിയ വീതിയൊന്നുമില്ല. ആ വരുന്ന കാറ് നല്ല വേഗത്തിലാണ് വരുന്നത്. അതുകൊണ്ട് കാറൊന്ന് സൈഡാക്കാൻ വേണ്ടി ഇപ്പൊ വന്ന് ഈ ആള് ശ്രമിക്കുന്ന സമയത്ത് മെർലിൻ പറയാണ്, ഒന്നും ചെയ്യേണ്ട സാറേ, അത് അപകടമാണ്, ഇത് വലിയൊരു ട്രാപ്പാണ്, നമ്മൾ സൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോവുക. മെർലിൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അയാള് ആ കാറ് വല്ലാണ്ട് അങ്ങോട്ട് സൈഡാക്കിയില്ല. എന്നാൽ ഓപ്പോസിറ്റ് വന്ന പോലീസുകാരുടെ കാർ എന്തായി, ഇവര് സൈഡാക്കാത്തത് കൊണ്ട് സ്കിഡായി മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ച് വീഴുകയാണ്. എന്നാൽ ആ കാർ അങ്ങനെ തലകുത്തി മറിഞ്ഞ് വീണതുകൊണ്ട് തന്നെ മെർലിനെ ഇപ്പൊ രക്ഷിക്കാൻ വന്ന ഈ ആളുണ്ടല്ലോ, ഇയാളും ഒരു പോലീസുകാരനാണ്. എന്താണ് ആ കാറിൽ, ആരായിരിക്കും അതിൽ? ഇത് നോക്കാൻ വേണ്ടി അയാൾ പോകാൻ നിൽക്കുമ്പോൾ മെർലിൻ പറയണം, സാറേ പോവല്ലേ, അത് മനുഷ്യനല്ല, അതൊരു ആത്മാവാണ്. എന്നാൽ മെർലിൻ പറയുന്ന ഈ കാര്യമൊന്നും ഈ പോലീസുകാരും വിശ്വസിക്കുന്നില്ല. ശരിയാണ്, കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആത്മാവുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിലൊന്നും ഈ പോലീസുകാരന് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഒരു അപകടം നടന്നാൽ ഇയാൾക്ക് പോയി നോക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ നേരം തന്നെ മെർലിനും ഒറ്റയ്ക്കിരിക്കാൻ പേടിയായതുകൊണ്ട് ആ പോലീസുകാരന്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ കാറ് ആകെ തകിടം മറിഞ്ഞ് അത് ഏകദേശം കത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ ഇത്രയും നേരം മെർലിൻ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രീസ്റ്റുണ്ടാവും, അവരുടെ ആത്മാക്കൾ കുറെ എണ്ണം അങ്ങോട്ടേക്ക് വരികയാണ്. അതിനെ ഇവർക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും കൂട്ടത്തില് ഒരു പ്രീസ്റ്റിന്റെ ആത്മാവ് വേഗം തന്നെ അവിടെ മറിഞ്ഞു കിടക്കുന്ന ആ ഒരു കാറുണ്ടല്ലോ, ആ കാറിൽ ഈ പോലീസുകാരന്റെ ആത്മാവാണ്. സോ ആ കാറിൽ ഉണ്ടായിരുന്ന റേഡിയോ പെട്ടെന്ന് തന്നെ ഇളക്കി പറിച്ചെടുക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ പോലീസുകാരൻ മരിച്ചു, ആത്മാവായി. ഈ ആത്മാവായതിനു ശേഷം ഇതിലൂടെ പോകുന്ന ഓരോ കാറുകളെയും ഈ പോലീസുകാരന്റെ ആത്മാവ് കണ്ടുപിടിക്കുന്നത് ഈ റേഡിയോ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റിന്റെ ആത്മാവ് അത് തല്ലി പൊളിച്ച് കളയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആ ഒരു പോലീസുകാരനോട് മെർലിൻ പറയുന്നുണ്ട്, വാ നമുക്ക് ഇവിടുന്ന് പോവാം രക്ഷപ്പെടാന്ന്. എന്നാൽ പോലീസുകാരന് ഇതൊന്നും വിശ്വാസമാകുന്നില്ല. ഉള്ളിൽ ഒരാൾ പെട്ടുകിടക്കുന്നുണ്ട്, അയാളെ രക്ഷപ്പെടുത്തണ്ടേന്നൊക്കെ പറയാണ്. അതൊരു ആത്മാവാണ്, ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല എന്നൊന്നും ഇപ്പൊ വന്ന് ഈ പാവം പോലീസുകാരന് മനസ്സിലാവുന്നില്ല. അധികം വൈകാതെ ദുഷ്ടനായ പോലീസിന്റെ ആത്മാവിന്റെ കയ്യിൽ ഈ പാവം പോലീസുകാരൻ പെട്ടുപോവാണ്. ഇയാളുടെ കാലിൽ കയറി പിടിക്കുന്നുണ്ട്. അധികം വൈകാതെ അയാളുടെ ശരീരം പൂർണ്ണമായിട്ടും ഐസായി മാറുകയാണ്. അതായത് നമ്മുടെ ജോയൽ കുറച്ചു മുന്നേ കാടിന്റെ ഉള്ളിലെ ഒരു തകർന്ന വീട്ടിന്റെ ഉള്ളിലേക്ക് പോയില്ലേ, അതൊരു ചർച്ചായിരുന്നു. അവിടെ ഒരുപാട് പ്രീസ്റ്റിന്റെ ശവശരീരങ്ങൾ ഫ്രീസായി കിടക്കുന്നത് കണ്ടില്ലേ, അവരെ മുഴുവനും കൊന്നത് ഈ ദുഷ്ടനായ പോലീസുകാരന്റെ ആത്മാവാണ്. എന്തായാലും മെർലിൻ പറയുന്നത് ആ നല്ല പോലീസുകാരൻ കേട്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരില്ലായിരുന്നു. മെർലിനെ ഓടിയിട്ട് ഈ നല്ല പോലീസുകാരൻ വന്ന ആ ഒരു ജീപ്പ് ഉണ്ടല്ലോ അതിലേക്ക് പോയി കയറുകയാണ്. എന്നിട്ട് വാക്കി ടോക്കി ഉപയോഗിച്ച് ആരുടെയെങ്കിലും സഹായം കിട്ടുമെന്ന് നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു പോലീസുകാരന്റെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്നു. അവളെ പിടിക്കാൻ നോക്കുകയാണ്. അധികം വൈകാതെ അവളുടെ ശരീരവും പൂർണ്ണമായിട്ടും ഐസാക്കി മാറ്റും ഈ ഒരു ആത്മാവ്. എന്നാൽ അതിനു മുന്നേ പിന്നിൽ നിന്നും ഈ ഒരു ആത്മാവിന്റെ തലയ്ക്ക് ഒരടി കിട്ടുകയാണ്. നോക്കുമ്പോൾ ആരെയാണ്, നമ്മുടെ ജോയൽ. അവന്റെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ റോഡ് ഉണ്ടായിരുന്നു, അത് വെച്ചാണ് ഈ ആത്മാവിനെ തല്ലിയിരിക്കുന്നത്. അടുത്ത നിമിഷം തന്നെ ഒറ്റയടിക്ക് സീൻ മാറുകയാണ്. അതായത് മെർലിൻ അവരുടെ ആ ഒരു കാറിലേക്ക് എത്തുകയാണ്. തൊട്ടപ്പുറത്തെ ഡ്രൈവിംഗ് സീറ്റിൽ മരിച്ചു കിടക്കുന്ന ജോയലും ഉണ്ട്. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പിന്നീടാണ് മെർലിൻ ആ ഒരു കാര്യം മനസ്സിലായത്. അവളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ വന്നത് ശരിക്കുള്ള ജോയലല്ല, ജോയൽ മരിച്ചു കഴിഞ്ഞു, അവന്റെ ആത്മാവാണ് വന്നത്. മാത്രമല്ല ഇപ്പൊ കുറച്ചധികം സമയമായിട്ടുണ്ട്, പതിയെ വെളിച്ചം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നേരിയ വെട്ടത്തിൽ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ജോയൽ നിൽക്കുന്നുണ്ട്. അവനിപ്പോ നമ്മുടെ മെർലിനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇനിയും നിന്നോട് ഇഷ്ടം പറയാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് വിടില്ല എന്ന്. മെർലിൻ, നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും അത്രക്കും എനിക്ക് ഇഷ്ടമാണ് നിന്നെ. ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞ് അവളോടുള്ള ആ ഒരു പ്രണയം ശരിക്കും അവളോട് കാണിച്ചുകൊണ്ട് ഇപ്പൊ ജോയൽ ആ ഒരു കാട്ടിലേക്ക് പതിയെ നടക്കാൻ ആരംഭിക്കുകയാണ്. ജോയലിന്റെ ആത്മാവ് പോകുന്നതിന്റെ കൂടെ തന്നെ മെർലിനും പതിയെ നടക്കാൻ തുടങ്ങുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവളിപ്പോ ഇവര് നേരത്തെ കണ്ട ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെയുള്ള ആളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ റെസ്ക്യൂ ടീം വരുന്നുണ്ട്. നമ്മുടെ ജോയലിന്റെ ബോഡി അവർ റിക്കവർ ചെയ്യാണ്. മെർലിന് ആവശ്യമായ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ആ ഒരു രാത്രിയിൽ നടന്ന കാര്യം മെർലിന് ഈ കാര്യം ആരോടെങ്കിലും പറയാൻ കഴിയുമോ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? അമാനുഷികമായ ഘോരമായ ഈ ഒരു സംഭവത്തിൽ നിന്നും അവള് മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നാലും ജോയലിന്റെ ആ ഒരു നഷ്ടം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ കൂടെ കാറിൽ കയറിയ സമയത്ത് ഒരു ഫോട്ടോ എടുത്തായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് അവൾ അങ്ങനെ കരയാണ് കേട്ടോ. മരിച്ചതിന് ശേഷമാണ് അവന്റെ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞത്. എന്തായാലും മെർലിൻ പോലും അറിയാതെ ഈ ലോകത്തിൽ അവൾ ഒരുപാട് സ്നേഹിക്കുന്ന മറ്റൊരാളുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് അവൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആള് കൂടെ ഇല്ലതാനും. അതുപോലെ തന്നെ മെർലിനും ജോയലും ഈ ഒരു അപകടത്തിൽ വന്ന് പെട്ടു. ചില സംഭവങ്ങൾ ഉണ്ടായി. അതോടുകൂടിയിട്ട് ഈ ആത്മാവിന്റെ ശല്യം തന്നെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും ഇല്ലാതാവുകയാണ്. ഇനി ഒരിക്കലും ഈ വഴി പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു അവസ്ഥ വരില്ല.
മാത്രമല്ല ആ ആത്മാവിനെ പൂർണ്ണമായിട്ട് തന്നെ ഇവർക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. സിനിമ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ ഒന്ന് പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.